ആടുജീവിതം അരങ്ങു തകർത്തപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് മോഷണം പോയത് 550 പവൻ സ്വർണം. സസ്പെൻസ് നിറഞ്ഞ സിനിമാ കഥകളെ വെല്ലുന്ന ക്ലൈമാക്സോടെ 8 മാസത്തെ അന്വേഷണത്തിന് ശേഷം മോഷണത്തിന്റെ ചുരുളഴിച്ച് പോലീസ്. പൊന്നാനി ബിയത്ത് പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് 550 പവൻ സ്വർണം കവർന്ന കേസിൽ 438 പവൻ സ്വർണം കണ്ടെടുത്തു. 29 ലക്ഷം രൂപയും പ്രതികളിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 13 വൈകിട്ട് 4 മണിയോടെയാണ് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്തുള്ള പ്രവാസിയായ മനപ്പറമ്പിൽ രാജീവിന്റെ അടച്ചിട്ട വീട്ടിൽ കുത്തിത്തുറന്ന് മോഷണം നടന്നത്. പരാതിയിൽ ഉടൻ തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. ഏപ്രിൽ 9-ാം തീയതി രാജീവിന്റെ ഭാര്യ വിദേശത്ത് പോയതോടെ അടച്ചിട്ട വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുജോലിക്കാരി പത്മാവതിയാണ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ആദ്യഘട്ടത്തിൽ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 350 പവൻ സ്വർണ്ണാഭരണങ്ങളും മുന്തിയ ഇനം വിദേശ മദ്യക്കുപ്പികളും നഷ്ടപ്പെട്ടതായും പരാതിയിൽ പറഞ്ഞിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ 3 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനുമൊടുവിലാണ് സ്വർണവും പണവും കണ്ടെത്താനായത്. മോഷ്ടിച്ച സ്വർണം വിറ്റുകിട്ടിയതുൾപ്പെടെയുള്ള പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയും പൊന്നാനി കരിമ്പനയിൽ താമസക്കാരനുമായ രായർ മരക്കാർ വീട്ടിൽ സുഹൈൽ, പൊന്നാനി കടവനാട് മുക്രിയകം കറുപ്പം വീട്ടിൽ നാസർ, പാലക്കാട് കാവശ്ശേരി പാലത്തൊടി മനോജ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. ഇതിൽ സുഹൈലിന്റെ ഭാര്യ വീടിന്റെ തൊടിയിൽ 1.5 അടി താഴ്ചയിൽ കവറിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ട നിലയിലാണ് സ്വർണവും പണവും കണ്ടെത്തിയത്. മോഷണം നടന്ന വീടിന്റെ അടുത്താണ് സുഹൈലിന്റെ ഭാര്യ വീട്. കുഴിച്ചിട്ട സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ ഉരുക്കി കട്ടിയാക്കി വിൽപ്പനയ്ക്ക് നൽകിയ സ്വർണവും പോലീസ് പിടിച്ചെടുത്തു. സ്വർണം ഒളിപ്പിച്ചത് സംബന്ധിച്ച് പ്രതികൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രതികളുടെ കുതന്ത്രങ്ങൾ പൊളിച്ചെടുക്കുകയായിരുന്നു. 8 മാസമെടുത്താണ് പ്രതികളെ പിടികൂടിയതെങ്കിലും 5 ദിവസം കൊണ്ട് മോഷ്ടിക്കപ്പെട്ടതിലെ 90% പോലീസിന് കണ്ടെത്താനായി. മോഷണം മുതൽ കണ്ടെത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് പ്രതികൾ നടത്തിയത്. പ്രത്യേകം സംഘത്തിന്റെ അതിവേഗ ഇടപെടലിലൂടെയും ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെയും സ്വർണം ഒളിപ്പിച്ച സ്ഥലം പറയാൻ പ്രതികൾ നിർബന്ധിതമാവുകയായിരുന്നു. CCTV ക്യാമറകൾ നശിപ്പിക്കപ്പെട്ടതിനാൽ പ്രതികളിലേക്ക് എത്താനുള്ള വഴികൾ അടഞ്ഞിരുന്നു. കേസിന് പിന്നാലെ നിശബ്ദമായി പോലീസ് നടത്തിയ കുറ്റമറ്റ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയിലായത്. കേസിൽ ഇവരെ കൂടാതെ പ്രതികളില്ലെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. കവർച്ച നടത്തിയ 550 പവൻ സ്വർണം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പ്രതികൾ നടത്തിയ കുതന്ത്രങ്ങൾ പൊളിച്ചെടുക്കുകയാണ് 438 പവൻ സ്വർണവും 29 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തത്. മോഷണം മുതൽ സൂക്ഷിച്ച സ്ഥലത്തേക്ക് പോലീസ് എത്താതിരിക്കാൻ പ്രതികൾ നിരവധി തവണയാണ് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിച്ചത്. പിടിയിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് സ്വർണവും പണവും കണ്ടെടുക്കാനുള്ള അന്വേഷണം ആരംഭിച്ചത്. മോഷണത്തിൽ പങ്കെടുത്ത സുഹൈലിനെയും നാസറിനെയും ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്തു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ ഒരാൾക്ക് സ്വർണം വിൽക്കാൻ നൽകിയിട്ടുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. പ്രതികൾ പറഞ്ഞ വ്യക്തിയെ കണ്ടെത്തി അന്വേഷിച്ചെങ്കിലും കളവാണെന്ന് ബോധ്യമായി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ തമിഴ്നാട് സ്വദേശിയായ 2 പേർക്കാണ് നൽകിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇതുപ്രകാരം പ്രഭു എന്നയാളെ കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇയാൾ കുറെ വർഷങ്ങളായി ക്രിമിനൽ ആക്ടിവിറ്റികളിലില്ലെന്നും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. പ്രതികൾ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പോലീസിന് ബോധ്യമായതോടെ ചോദ്യം ചെയ്യലിന്റെ രീതി മാറ്റി. ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് സുഹൈലിന്റെ ഭാര്യ വീടിന്റെ തൊടിയിൽ സ്വർണവും പണവും കുഴിച്ചിട്ടതായി പ്രതികൾ സമ്മതിച്ചത്. മോഷണം മുതൽ കണ്ടെത്താനായില്ലെങ്കിൽ വേഗത്തിൽ ജാമ്യത്തിലിറങ്ങാനാകുമെന്ന കണക്കുകൂട്ടലായിരുന്നു പ്രതികൾക്ക്. ജയിലിൽ നിന്നിറങ്ങിയാൽ മോഷണം മുതൽ വിറ്റ് ജീവിക്കാനുമായിരുന്നു പ്ലാൻ. ശാസ്ത്രീയ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനാകാതെ സ്ഥലം കാണിച്ചു കൊടുക്കേണ്ടി വരികയായിരുന്നു. പ്രതികളുടെ തെറ്റിദ്ധരിപ്പിക്കലുകളൊക്കെ മറികടന്ന് 5 ദിവസം കൊണ്ടാണ് മോഷണം മുതൽ കണ്ടെത്തിയത്. ഈസ്റ്റ് ലൈവ്, പൊന്നാനി.